ഇന്ന് ഒരു സ്ലോ ആൻഡ് റിലാക്സ്ഡ് സൺഡേ ആണ്. അങ്ങനെയുള്ള സൺഡേസാണ് ഞാൻ കൂടുതലും വ്ളോഗ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. നമുക്കങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല, എന്നാലും നമ്മുടെ സമ്മറിൻ്റെ ലാസ്റ്റ് ഫ്യൂ വീക്സാണ്. അപ്പോൾ ആ ഒരു സൺഷൈൻ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ വീക്കെൻഡും നല്ല സൺലൈറ്റുള്ള ദിവസം. അപ്പം ഇവിടെ ഓഗസ്റ്റ് 10th ആണ്, അപ്പോൾ അതായത് മിഡ് ആവുന്നേ ഉള്ളൂ. പക്ഷേ ഇന്ന് നല്ല സണ്ണി ഡേ ആണ്. ഞാൻ രാവിലെ എണീറ്റ് യോഗയ്ക്ക് പോകാനുള്ള റെഡി ആയിട്ടുണ്ട്, ഫ്രഷായി റെഡിയായി ഡേയ്സു കിടന്നുറങ്ങുന്നു. അപ്പോൾ ഇതേ നമ്മുടെ പുറകിൽ നിങ്ങൾക്ക് കാണാമോ ആപ്പിൾ ട്രീ നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ വർഷം. ഞാൻ ഇനിയും കംപ്ലയിൻറ്റ് പറയില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലെ ആപ്പിൾ വലുതാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വിഷമമായിരുന്നു. ഇപ്പോൾ ഇത് വലിയ ആപ്പിളായിട്ടുണ്ട്. പക്ഷേ ഇതിൽ എന്തോ വന്ന് കഴിക്കുന്നുണ്ട് ഇടയ്ക്ക്, അതുകൊണ്ട് അതിന് എന്തെങ്കിലും ചെയ്യണം. പക്ഷെ അതല്ലാതെ നമുക്ക് കുറേ ആപ്പിളൊക്കെ നമ്മൾ കഴിച്ചു. ഒരുപാട് മധുരമില്ല, എന്നാൽ അത്യാവശ്യം മധുരം, അങ്ങനെ കുറച്ചൊരു മധുരം ഉണ്ടായാൽ നല്ലതായിരുന്നു. എനിവേ കൊള്ളാം. പിന്നെ നമ്മുടെ ഗാർഡനൊക്കെ ഇനി പോകാൻ തുടങ്ങി കേട്ടോ. ഒരുപാട് ഫ്ലവേഴ്സ് ഒന്നും ഇല്ല. നമ്മുടെ സൺഫ്ലവർ ജസ്റ്റ് കാണിച്ചു തരാം. ഈ വർഷത്തെ സൺഫ്ലവറിനത് പ്രത്യേകത എന്താണെന്നറിയാമോ? ഓക്കെ, പറഞ്ഞിട്ട് കാണിക്കാം, വെയില. അപ്പോൾ ഈ വർഷത്തെ സൺഫ്ലവറിൻ്റെ പ്രത്യേകത എന്ന് നമ്മൾ എല്ലാ ഇയറും ഞാൻ ചെയ്യുന്ന മസ്റ്റായിട്ടുള്ള എൻ്റെ ഒരു സംഭവമാണ് സൺഫ്ലവർ സീഡ്സ് നടുക, അത് വളർത്തി കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഓരോ വർഷം ഓരോരോ ചാലഞ്ചസ് ആയിരുന്നു. ഈ വർഷത്തെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഭയങ്കര പൊക്കമാണ്. അതായത് നമ്മൾ വിചാരിക്കുന്നതിലും ഹൈറ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു ഒരു 6 ഫീറ്റ് ഉണ്ടാവും ഇത്. അതെ, 6 ഫീറ്റൊക്കെ കഴിഞ്ഞ തവണ വന്നായിരുന്നു. ഈ തവണ അതുക്കും മേലെ ഭയങ്കര പൊങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കത് പിടിച്ച് നിർത്താനൊക്കെ ഇച്ചിരി പാടാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഇത് നമ്മുടെ ഒരു ലെവലിൽ വന്നിട്ടുണ്ട്. ഇനിയും മുകളിലോട്ട് പോയി ദേ അവിടെ നിൽക്കുന്നുണ്ടോ, ആകാശത്ത് നിൽക്കുക. അപ്പോൾ ഇതിൻ്റെ ആ സ്റ്റെമ്മാണെങ്കിലും ഇങ്ങനെ വളഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കുറച്ച് ഈ ഒരു സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഒന്ന് പിടിച്ച് നിർത്തിയേക്കുവാണ്. സോ യെസ്, സൺഫ്ലവർ രസമാണ് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഓരോ ഇയറും ഓരോരോ ചാലഞ്ചസാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്ത് രസമാണ് അതിൻ്റെ ആ ഫ്ലവർ കാണാൻ. നമുക്ക് അതും ഈ സണ്ണ് വരുമ്പോൾ ഇത് സണ്ണിലോട്ട് ഇങ്ങനെ തിരിയും, അതും രസമാണ്. ഇതെനിക്ക് അപ്പോൾ യെസ്, ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ് വിശേഷങ്ങൾ. നമ്മുടെ റോസ് ഇതേ ഭംഗിയിൽ നിൽപ്പുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനാണെങ്കിൽ ഈ വർക്ക് ചെയ്യുന്ന ദിവസങ്ങളിൽ ഈ ഗാർഡനിൽ രാവിലെ കുറച്ച് നേരം ഇറങ്ങും, പിന്നെ വൈകിട്ട് ചിലപ്പോൾ ഒരു 5 മിനിറ്റ് അത്രേ ഉള്ളൂ. അല്ലാതെ ഇറങ്ങുന്ന കുറവാണ്. വീക്കെൻഡ്സ് ഞാൻ പിന്നെയും ഇറങ്ങി കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിൽക്കാറും ആപ്പിളിനെയൊക്കെ സ്നേഹിച്ചുകൊണ്ട് നിൽക്കാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വിൻ്ററായി കഴിഞ്ഞതൊന്നും എൻജോയ് ചെയ്യാനുള്ളൊരു ഇതുണ്ടാവില്ല. ആരും അവിടെ എനിക്ക് തോന്നുന്നു ഗ്രാസ് കട്ട് ചെയ്ത് ശബ്ദമുണ്ട്. നമ്മുടെ ഈ ഒരു ലേക്കിൻ്റെ അവിടെയാണ് യോഗ നടക്കുന്നത്. ഇത് സമ്മറിൽ മാത്രമേ ഉള്ളൂ, ഔട്ട്ഡോർ യോഗയാണ്. ഒരു 7 സെഷനായിട്ട് നടത്തുന്നത്. പക്ഷെ ഞാൻ എല്ലാ സെഷനും നമുക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല. സമ്മർ യോഗ എന്ന് പറയാം, കാരണം സമ്മറിൽ മാത്രമേ ഉള്ളൂ. അതും ഒരു 7 സെഷൻസേ ഉള്ളൂ. നമുക്ക് എല്ലാ സെഷൻസും ചിലപ്പം എനിക്ക് എടുക്കാൻ പറ്റാറില്ല, കാരണം സൺഡേ ആണ്. നമ്മൾ ചില സൺഡേസ് ചിലപ്പോൾ പുറത്തൊക്കെ പോകും, ട്രിപ്പിലായിരിക്കും അങ്ങനെ. അപ്പോൾ ഞാൻ പറ്റുന്ന പോലെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സൺഡേസാണ് എടുക്കാൻ നോക്കുന്നത്. ഇവിടെ ലേക്കിൻ്റെ ഇവിടെ വന്നയാ, എന്ത് ഭംഗിയല്ലേ കാണാൻ. താറാക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് പുറകിൽ. ഈ കൂട്ടത്തോടെ പറന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. നേച്ചറിനൊരു കഴിവുണ്ട്, നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാലഞ്ചിങ് ടൈമിൽ കൂടെ പോകാമെന്ന് വിചാരിക്കുക. നമ്മൾ പുറത്തിറങ്ങി നടക്കുക, സൺലൈറ്റ് കൊള്ളുക, എവിടെയെങ്കിലും നേച്ചറിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക, ഒരു വാക്ക് എടുക്കുക. ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര റിലാക്സേഷൻ തരുന്നൊരു സംഭവമാണ്. നമ്മുടെ മൈൻഡ് നല്ല കാമാവാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്.
യോഗയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്ട്രോബെറി മാച്ചാക്കി എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കാൻ നോർത്തു. സൺലൈറ്റൊക്കെ കൊണ്ട് അങ്ങനെ യോഗയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. ഇനിയിപ്പോൾ എൻ്റെ കുക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ വീക്കെൻഡാണ് കൂടുതലും മെജോറിറ്റി ഓഫ് ദ കുക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഒരു മീൽ പ്രെപ്പ് പോലെ കുറച്ചധികം ഐറ്റംസ് ഉണ്ടാക്കും. കുറച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും, ബാക്കി ഫ്രീസ് ചെയ്യും കൂടുതലുണ്ടെങ്കിൽ. അങ്ങനെ ബാച്ച് കുക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു മൺഡേ ട്യൂസ്ഡേ വരെയുള്ള, അറ്റ്ലീസ്റ്റ് വെനസ്ഡേ വരെയുള്ള ഫുഡ് നമുക്കുണ്ടാവും. വെനസ്ഡേ മതി നമുക്ക് നെക്സ്റ്റ് ഒരു കറിയും കൂടി കുക്ക് ചെയ്താൽ ആ വീക്ക് ഓക്കെ ആവും. പിന്നെ ഡിന്നർ ഞങ്ങൾ മിക്കവാറും എന്തെങ്കിലും ഗ്രില്ലിയോ എയർ ഫ്രൈ അങ്ങനെ എന്തെങ്കിലും ചെയ്യാണ് പതിവ്. അപ്പോൾ ഇന്ന് ഞാൻ സാമൺ കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ കൂടുതലും ഈ ഒരു ഫിഷാണ് വാങ്ങിക്കുന്നത്, കാരണം ഡീസുവിന് ഇതാണ് ഇഷ്ടം. എനിക്കും ഇഷ്ടമാണ് കേട്ടോ. നമ്മളങ്ങനെ കഴിച്ചിട്ടായിരിക്കും എനിക്കും ഇതിഷ്ടമാണ്. പിന്നെ നമ്മുടെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മോരുകറി ഉണ്ട്, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ട്. പിന്നെ ഞാൻ ഇന്നലെ ഓൾറെഡി അവിയൽ കുക്ക് ചെയ്തു. ഇനിയിപ്പോൾ എൻ്റെ ഒരു വീക്ക്ലി റുട്ടീനാണ് എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളത്. അത് നാട്ടിൽ നിന്ന് മമ്മി കാച്ചി കൊണ്ടുവന്ന എണ്ണയാണ് കേട്ടോ. ഞാൻ വർഷങ്ങളായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ 2-3 തവണയെങ്കിലും ചെയ്യണം എന്നുണ്ട്, പക്ഷേ മിക്കവാറും വീക്കെൻഡ് നടക്കാറുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് റൂമിൽ വന്നതാണ് ഒന്ന് ടൈഡി അപ്പ് ചെയ്യാൻ. മെയിനായിട്ട് ലോണ്ട്രി ചെയ്ത കുറച്ച് തുണികളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ വീക്കെൻഡായി ഒരു മൺഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വീട് ഒന്ന് ക്ലീൻ ആയിരിക്കണം. ക്ലീൻ എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ക്ലീൻ അങ്ങനെ വേണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷെ അത്യാവശ്യം നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഒന്ന് വൃത്തിയായിട്ട് കിടക്കണം, എന്നാലേ എൻ്റെ മൈൻഡും ഒന്ന് ക്ലിയർ ആവുള്ളൂ. അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? അപ്പം ഞാൻ എൻ്റെ വാർഡ്രോബൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് അത് കഴിഞ്ഞ് കുളിച്ചിട്ട് വന്നു. ഇനിയിപ്പം നമ്മുടെ ഊണ് സമയമാണ്. സാറ്റർഡേ മാത്രമായിട്ടോ ഇത്രയും കറികൾ, സാറ്റർഡേ ഓർ സൺഡേ ഇത്രയും കറികൾ നിങ്ങൾ കാണുള്ളൂ. വീക്ക് ഡേയ്സ് മിക്കവാറും നമ്മൾ ഒരു കറിയൊക്കെ എടുക്കാറുള്ളൂ. പക്ഷേ വീക്കെൻഡ് നമ്മൾ മീൽ പ്രെപ്പ് ചെയ്യുന്നതുകൊണ്ട് നല്ല വിശാലമായിട്ട് ഉണ്ണും. അപ്പോൾ ഇന്നെനിക്ക് നാട്ടിൽ ഊണ് കഴിച്ചൊരു ഫീലായിരുന്നു, കാരണം എല്ലാം നാടൻ ഐറ്റംസ് ആണല്ലോ. അവിയൽ, മെഴുക്കുവരട്ടി, മോര്, പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു ഇന്നലെ ഉണ്ടാക്കുന്നത്. സാമ്പാർ പിന്നെ ബൈ ഡിഫോൾട്ട് ഞങ്ങളുടെ വീട്ടിൽ മിക്ക ആഴ്ചകളിലും സാമ്പാർ കാണും, കാരണം എൻ്റെ വീട്ടിൽ ഒരു സാമ്പാർ പ്രിയൻ ഉണ്ട്. ഡേയ്സിന് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഇന്നൊരു മൂവിയൊക്കെ കണ്ടിട്ട് ഒരു ചായ ഇടുകയാണ്. യൂഷ്വലി ഞാൻ മാത്രമേ ചായ കുടിക്കാറുള്ളൂ, പക്ഷേ ഇന്നിപ്പം ഡേയ്സു ചായ കുടിക്കാമെന്ന് പറഞ്ഞു. കാരണം ബിസ്ക്കറ്റ് ഉണ്ട്, അപ്പോൾ ഡേയ്സുവിന് ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈവനിങ് ഒരു ടീ ടൈമായിട്ട് പ്രഖ്യാപിച്ച് ടീയൊക്കെ കുടിച്ചു. പിന്നെ വീക്കെൻഡ്സ് ഞങ്ങൾ ഇപ്പോൾ പുറത്തൊന്നും പോകുന്നില്ലെങ്കിൽ മിക്കവാറും ഞങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും കേട്ടോ. കുക്കിംഗ്, ക്ലീനിങ്, ലോണ്ട്രി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ എന്തെങ്കിലും അഡ്മിൻ വർക്ക് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ കണക്ക് നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാവശ്യത്തിന് നമ്മുടെ ബഡ്ജറ്റ് പ്ലാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ദിവസമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തമിഴ് മൂവിയാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അന്നത്തെ ദിവസം ഓൾമോസ്റ്റ് തീരാറായി കേട്ടോ. ഞാൻ ഈവനിങ് ലേറ്റ് നൈറ്റാണ് ഈ കാണുന്നത്. അപ്പം രാത്രി ഞാൻ എപ്പോഴും എല്ലാ കുക്കിങ്ങും ഡിഷ് വാഷറൊക്കെ ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ക്ലീനിങ് ഉണ്ടല്ലേ, 5 to 10 minutes. അതായത് ലാസ്റ്റിൽ വന്നിട്ട് കിച്ചൺ ടോപ്പും കൗണ്ടർ ടോപ്പും എല്ലാം നല്ലതായിട്ടൊന്ന് ജസ്റ്റ് ഒരു വൈപ്പ് ചെയ്ത് ഒന്ന് ടൈഡി ആക്കി ഇടും. അത് മിക്കവാറും ദിവസങ്ങളിൽ ചെയ്യാറുണ്ട്. ഓൾമോസ്റ്റ് 99% ചെയ്യാറുണ്ട്. പിന്നെ വയ്യെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓക്കെ എന്ന് വിചാരിക്കും. അപ്പം നമുക്ക് രാവിലെ കിച്ചണിൽ വരുമ്പോൾ നല്ല ക്ലീനായിട്ട് കിടക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ ഇത് ഞാൻ നെക്സ്റ്റ് ഡേ എനിക്ക് ഓഫീസിൽ പോകാനുണ്ട്. അപ്പോൾ ഞാൻ ഓവർനൈറ്റ് ഓട്സ് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയിരിക്കുമല്ലോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീട്ടിൽ അങ്ങനെ എന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ, ഇഡ്ഡലി, അപ്പം, ഇടിയപ്പം ഇങ്ങനെ വേണമെന്നൊന്നും രണ്ടുപേർക്കും നിർബന്ധമില്ല. ഞങ്ങൾക്ക് കംഫർട്ടബിളായിട്ടുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള ഓട്സ്, ഓവർനൈറ്റ് ഓട്സ്, പിന്നെ സ്മൂതീസ്, എഗ്ഗ്, ബ്രെഡ്, ടോസ്റ്റ് ഇതൊക്കെ തന്നെയാണ് കഴിക്കാറ്. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ വീക്കെൻഡ്സാണ് നമ്മൾ നാട്ടിലെ പോലത്തെ എന്തെങ്കിലുമൊക്കെ പുട്ടൊക്കെ ഞങ്ങൾക്ക് ഫേവറേറ്റ് ആണ്.
അപ്പോൾ അത് നാട്ടിൽ നമ്മൾ നാടൻ ഫുഡ് മിക്കവാറും വീക്കെൻഡ്സ് ആയിരിക്കും കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത് മാത്രമല്ല, നമുക്ക് ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് രാവിലെ കുക്കിങ്ങും നമ്മുടെ എന്താ പറയുക സ്മെല്ലൊന്നും ആവണ്ടല്ലോ. അപ്പോൾ എപ്പോഴും ഞാൻ രാത്രി തന്നെ കുക്ക് ചെയ്ത് വെക്കും. ഡെയിലി ലഞ്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നമ്മൾ എന്തായാലും നമ്മൾ രാത്രി അല്ലെങ്കിൽ തലേദിവസം അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. രാവിലെ ജസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ ക്വിക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങും. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു വീക്കെൻഡ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ വിചാരിക്കും എപ്പോഴും കറക്കമാണ്, അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ ചില വീക്കെൻഡ്സ് ഇങ്ങനെ ഭയങ്കര റെസ്റ്റിങ്ങും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ പോകും, അതും ഇഷ്ടമാണ്. ചില വീക്കെൻഡ്സ് നമ്മൾ പുറത്ത് പോകും, ഷോപ്പിങ്ങിന് പോകും, ഫുഡ് കഴിക്കാൻ പോകും. അങ്ങനെ അതൊരു ബാലൻസിൽ നമ്മളങ്ങനെ കൊണ്ടുപോകും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഒരു സിമ്പിൾ ഡേ ഇൻ അവർ ലൈഫായിരുന്നു. പക്ഷേ നല്ല പ്രൊഡക്റ്റീവായിരുന്നു. ഞങ്ങൾക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ തീരാണ്. അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.